ചെറിയ കുളിരുള്ള ഈ ഒരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ പൊടിയൊന്നും ഇടാത്തൊരു ലൈറ്റ് ചായ ഉണ്ടാക്കി. പുറത്തിങ്ങനെ വെളിച്ചം വന്നു തുടങ്ങിയിട്ടില്ല. ഇതുപോലെ ഇങ്ങനെ ഒരു മൂകമായ അന്തരീക്ഷമാണ് കേട്ടോ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഒരടുപ്പിൽ ചോറും ഒരടുപ്പിൽ ചായക്ക് വെള്ളവും വെച്ചിട്ട് ഈ മുറ്റം ഒന്ന് റൗണ്ട് ചുറ്റും ഞാൻ. ഈ രാവിലെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ആ ഒരു നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവാനൊക്കെ നല്ല സുഖമാണ് ഈ പുറത്തത്തെ കിളികളെ സൗണ്ടും ഒക്കെ കേൾക്കാൻ. പിന്നെ എൻ്റെ കണ്ണിന് ഏറ്റവും സന്തോഷം തരുന്ന എൻ്റെ അഗ്ലോണിമ ചെടികളെ നോക്കുക, അവയുടെ ലീഫുകളൊക്കെ ഒന്ന് തൊട്ട് നോക്കുക. ഇതൊക്കെയാണ് ഈ രാവിലെ എൻ്റെ പരിപാടി. ഒരുപാട് പേര് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ഇടുന്നുണ്ട്. കുറച്ചായി ഞാൻ വ്ളോഗ് എടുത്തിട്ട്, ഇൻഷാ അല്ലാഹ് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസും വ്ളോഗും ഒക്കെ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കയ്യിൽ റെഡി ആയിട്ടുള്ള അഗ്ലോണിമ സെയിലിനുള്ളത് കാണിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ചെടികളെല്ലാം മെച്ചോർഡായ വലിയ പ്ലാന്റുകളാണ്. ചെറുത് നമ്മൾ സെയിൽ ചെയ്യാറില്ല. ഓരോ പുതിയ ചെടികൾ റെഡി ആകുമ്പോഴും ഞാൻ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ ചെടികളെ ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സമയത്തിടുന്ന വീഡിയോ അപ്പോൾ കാണാം കേട്ടോ. അഗ്ലോണിമ ചെടികൾക്ക് ഞാൻ ചകിരിച്ചോറും മണലും റേസാസ്കും ചാണകപ്പൊടി, എല്ലുപൊടി, വെർമിക്കുലേറ്റ് അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റേസാസ്ക് ഇല്ലാത്തവർക്ക് പെർലേറ്റും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സെയിലിനുള്ള ഓരോ പ്ലാന്റുകളായിട്ട് കാണാം. നിങ്ങൾക്ക് അതിലേതെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എഴുതിയ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് ഇതാണ്. നല്ല റൗണ്ട് ലീഫൊക്കെയുള്ള ഭംഗിയുള്ള ഈ ഒരു ചെടി. പിന്നെയുള്ളത് ലഗാച്ചിയാണ് കേട്ടോ. അടുത്തത് നല്ല കളർഫുള്ളായിട്ടുള്ള സെൻസ്റ്റാർ. ഇനിയുള്ളത് ട്രൈ കളറാണ് കേട്ടോ. അതുപോലെ ഇത് മാമ്പ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ഉള്ളത് ട്രൈ കളറിൻ്റെ ബൗളാണ് കേട്ടോ. ഈ ഒരു ട്രൈ കളർ നല്ല കളർഫുള്ളായി വരും. പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ ഒരു ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. അടുത്ത് കാണിക്കുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ തൈയാണ്. ഇതിനും തൈകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു പിങ്ക് പനാമയാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അടുത്തത് ബ്ലാക്ക് മൂൺ ലൈറ്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈയാണ്. അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റാണ്. ഇനി സെക്സീലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഭംഗിയുള്ള പ്ലാന്റാണിത്. അടുത്ത പ്ലാന്റ് അതിലേറെ ഭംഗിയുള്ള പ്ലാന്റാണ്. ഇനി അടുത്തത് അഗ്ലോണിമ ഗോസ്റ്റിൻ്റെ നല്ല വലിപ്പമുള്ള ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്ലാന്റ് മെഹ്നാക്കോണിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു ചെടിയാണ്. പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് പഴയ വെറൈറ്റി അല്ല, ഒരു ഓറഞ്ചും യെല്ലോയൊക്കെ ചേർന്ന വെറൈറ്റിയാണ് ഇത്. ഇനിയുള്ളത് റെഡ് എമറാൾഡിൻ്റെ നല്ലവണ്ണം റെഡ് കയറിയ പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. പിന്നെ സുമാത്ര ഉണ്ട്, അതുപോലെ റെഡ് ജയ്പോങ് റെഡ്, അതുപോലെ പിങ്ക് അറോറ പ്ലാന്റ്. അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. പിന്നെയുള്ളത് മിൽക്കി വേയുടെ നല്ല അടിപൊളി തൈകളാണ്. പിന്നെയുള്ളത് ഗ്രീൻ ഫ്രോസൺ ആണ്. അടുത്ത പ്ലാന്റ് റൊട്ടാണ്ടം പ്ലാന്റാണ് കേട്ടോ. ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. DTDC കൊറിയർ സർവീസ് വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മളിപ്പോൾ പ്ലാന്റുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.